ഹായ്. അങ്ങനെ ഇന്ന് കോസ്മിക് കോൺവെർസേഷൻ എത്തിയിരിക്കുന്നത് സുഭാഷ് പാർക്കിലാണ്. ഇവിടെ നമുക്ക് കുറേ പേരെ കാണാൻ കഴിയും. ഫാമിലി ആയിട്ട് വന്നവര്, കുട്ടികൾ, കൂട്ടുകാരായി വന്നവര്, അച്ഛനമ്മമാർ, ചെറിയ കുട്ടികളൊക്കെ ഓടി കളിക്കുന്നുണ്ട്. കാണുമ്പോൾ രസമൊക്കെ ഉണ്ട്. പക്ഷെ കോസ്മിക് കോൺവെർസേഷൻ ഇന്ന് ഇവിടെ ഒരു കോൺവെർസേഷൻ ആരംഭിച്ചാലോ എന്ന് വിചാരിക്കുകയാണ്. നമ്മളൊരു ചേട്ടനെ കണ്ടിട്ടുണ്ട് ബാക്കിൽ, പോയി ഒന്ന് അറ്റൻഡ് ചെയ്യാന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷെ അതിനൊക്കെ പുറമെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, കഴിഞ്ഞ വീഡിയോ കിട്ടിയ സപ്പോർട്ട്, അത് വളരെയധികം നന്ദിയുണ്ട്. അതിന് തുടർന്നും ഇതൊക്കെ നിങ്ങളിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക്സ് എ ലോട്ട്. നമ്മുടെ ചേട്ടൻ ഉണ്ട് ഇവിടെ. ചേട്ടനെ ഒന്ന് പോയി സംസാരിച്ച് നോക്കാം, എന്താണെന്ന് അറിയില്ല. ചേട്ടാ, തിരക്കിലാണോ? എൻ്റെ പേര് അഫ്നാസ്. അപ്പോൾ അല്ല ചേട്ടാ, ഇരുന്നുണ്ടോ അവിടെ? അപ്പോൾ ഞാൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി. കോസ്മിക് കോൺവെർസേഷൻസ് എന്നാണ് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര്. അപ്പോൾ എന്താ വെച്ചാൽ എല്ലാവരും ഒരുപോലെ അല്ലല്ലോ, പല രീതിയിലുള്ള ആൾക്കാരാണല്ലോ. അപ്പോൾ ഓരോരുത്തരുടെയും ചിന്താഗതി വ്യത്യാസമായിരിക്കും. അപ്പോൾ അതൊക്കെ ചർച്ച ചെയ്യാമെന്ന് വിചാരിച്ച് തുടങ്ങിയൊരു ചാനലാണ്. നമ്മൾ ആദ്യമായിട്ട് വീഡിയോ കേട്ടു കഴിഞ്ഞ ആഴ്ച. നല്ല സപ്പോർട്ടൊക്കെ ഉണ്ട്. നല്ല സപ്പോർട്ട് എന്ന് പറയുമ്പോൾ 100-300 സബ്സ്ക്രൈബേഴ്സൊക്കെ ആയി. ഇപ്പോൾ രണ്ടാമത്തെ വീഡിയോയിൽ ഞങ്ങൾ വിചാരിച്ചു ചേട്ടനെ കുറച്ച് പ്രായമൊക്കെ തോന്നിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും നമ്മുടെ പ്രേക്ഷകർക്ക് ജീവിതാനുഭവങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ. ഇപ്പോൾ ഞാൻ വേണമെങ്കിൽ ഉദാഹരണത്തിന് ചേട്ടൻ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? എൻ്റെ പേര് അഫ്നാസ്. നമ്മുടെ ചാനലിൻ്റെ പേര് കോസ്മിക് കോൺവെർസേഷൻസ്. യൂട്യൂബിൽ കോസ്മിക് കോൺവെർസേഷൻ ഉദ്ദേശിക്കുമ്പോൾ രാഷ്ട്രീയമൊന്നുമില്ല. നമ്മള് എല്ലാവരും ഒന്നല്ലല്ലോ, വേറെ വേറെ ആൾക്കാരാണല്ലോ. അപ്പോൾ അവരുടെ ജീവിതത്തിൽ ഇപ്പോൾ നമ്മൾ ഒരു ഭൂമിയിൽ ജീവിക്കുന്നവരാണെങ്കിലും വ്യത്യസ്ത ചിന്താഗതിയുള്ള ആൾക്കാരാണ്. അപ്പോൾ സെയിം അല്ല. അപ്പോൾ അത് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ചേട്ടനോട് ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ട്, എങ്ങനെയായിരുന്നു, എന്താ ഇപ്പോൾ ശാന്തതയ്ക്ക് വേണ്ടി വന്നാണ് തോന്നുന്നു ഇവിടെ അല്ലേ ഒരു സമാധാനം. അപ്പോൾ ശാന്തനാണോ എന്ന് ചോദിക്കുമ്പോൾ ചേട്ടനൊരു അഭിപ്രായം ഉണ്ടാവും, പക്ഷെ എനിക്ക് വേറൊരു അഭിപ്രായമായിരിക്കും. ഫാമിലിയായി വന്നവർക്ക് വേറൊരു അഭിപ്രായമായിരിക്കും. എല്ലാവരും ഒന്നല്ലല്ലോ. അപ്പം അങ്ങനെ കുറേ തോട്ട്സ് സംസാരിക്കാം എന്നുള്ളൊരു ചിന്താഗതിയിലൂടെ രൂപപ്പെട്ട ഒരു ചാനലാണ് കോസ്മിക് കോൺവെർസേഷൻസ്. അപ്പം അതിലൊരു പാട്ടാണ് ചേട്ടൻ ഇന്നത്തെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലെന്ന് വിചാരിക്കുന്നു അല്ലേ? ഇല്ല, അതൊന്നുമില്ല ചേട്ടന്. ഈ രാജ്യത്തും മതം രാഷ്ട്രീയം വലിയ പ്രശ്നത്തിൽ കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ പ്രശ്നത്തിലേക്ക് ഒരിക്കലും ഇല്ല. അത് കഴിഞ്ഞ ശരിക്കും പേഴ്സണൽ ഒരു മനുഷ്യന്റെ വ്യക്തിപരമായ മെന്റൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഞാൻ അഭിപ്രായം പറയാം. അതെ, അതാണ് നമുക്ക് വേണ്ടത്. നമ്മൾ ഇങ്ങനത്തെ ആൾക്കാരെയാണ് നോക്കി നടക്കുന്നത്. ഇവിടെ വെച്ച ചേട്ടനെ പിടിക്കേണ്ട ആവശ്യം വരില്ല. ഒന്നുകൂടെ സ്വസ്ഥമായിട്ട്. ഇന്നത്തെ കാലത്ത് നമ്മളൊരു കാര്യത്തിന് അഭിപ്രായം പറയാൻ പോലും പേടിക്കേണ്ടുന്ന അവസ്ഥയിലേക്കാണ് എത്തിയിട്ടിരിക്കുന്നത്. ശരിയല്ലേ? ശരിയാണ്, അത് വളരെ ശരിയാണ്. ഞാനെന്ത് ശരിക്കും ജസ്റ്റ് ഒരു അഭിപ്രായം പറയാൻ മാത്രമേ ഉള്ളൂ, അല്ലാതെ ഒന്നും പറയാൻ പറ്റില്ല. അതെ, അങ്ങനെയുള്ളൂ. ചോദ്യം ചോദിച്ചാൽ അതിന് മറുപടി ആയിട്ട് പറയാൻ പറ്റുള്ളൂ. അത് തീർച്ചയായിട്ടും ചോദ്യങ്ങളുണ്ട് നമ്മുടെ കയ്യില്. നമ്മുടെ പ്രേക്ഷകർ അത് അറിയാൻ ആഗ്രഹിക്കുന്നു. ഈ ചാനല് നിങ്ങൾ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്? സ്വന്തം ഒരു വർക്ക് ചെയ്യും ഇവിടെ. അപ്പൊ നമുക്കൊരു ആഗ്രഹം, ഇങ്ങനെ എന്തെങ്കിലും ഇപ്പൊ ഒരു ചേട്ടനിൽ നിന്ന് കിട്ടുന്ന കാര്യം ഇനി നാളെ വേറൊരാൾക്ക് അതൊരു പ്രചോദനമായി പോയാൽ അതൊരു നല്ല കാര്യമായിട്ട് ചേട്ടന് തോന്നുന്നില്ലേ? പ്രചോദനമായിട്ട് പറയാൻ പറ്റിയ എക്സ്പീരിയൻസ് ഒന്നും എന്റെ ലൈഫിൽ ഇല്ല. പക്ഷേ ചെറിയ കാര്യം പോലും നമുക്ക് ഇപ്പൊ ഒരു അല്ലെ, അങ്ങനെയല്ലേ, ചെറിയ കാര്യം പോലും നമുക്ക് ചെറുതായിട്ട് തോന്നുമെങ്കിലും വേറൊരാൾക്ക് അത് വലിയ കാര്യമാണ്. ഈ പ്രചോദനമായിട്ട് പറയാൻ പറ്റുന്ന പ്രചോദനമായിട്ട് പറയണ്ട ആളായിട്ട് ഞാൻ വളർന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഒരു ചെറിയൊരു ഒരു ഓർഡിനറി ലൈഫിൽ അത്ര ഉള്ളത്. ഇപ്പൊ ഞാൻ പ്രത്യേകം എടുത്തെടുത്ത് വീണ്ടും ചോദിക്കുന്നത് രാഷ്ട്രീയ മതം അല്ലാതെയുള്ള കാര്യങ്ങളാണെങ്കിൽ മാത്രമേ നമുക്ക്. രാഷ്ട്രീയം അതൊന്നും ഇല്ല, അങ്ങനത്തെ കാര്യങ്ങളൊന്നും. മനുഷ്യന്റെ മാനസിക സംഭവങ്ങളെ കുറിച്ചാണ് നിങ്ങൾ. മാനസിക ചേട്ടനോട് ഞാൻ ചോദിക്കുക, സന്തോഷം എന്താണ് ചേട്ടന് ഹാപ്പിനെസ് ജീവിതത്തില്? ഭാര്യ മക്കളും കുട്ടികളൊക്കെ ഉണ്ടാവും, ഒരു ഫാമിലി ഉള്ള ആളായിരിക്കും. അപ്പൊ എന്താണ് ചേട്ടന് സന്തോഷം നൽകുന്നത്? ചേട്ടന്റെ പെർസ്പെക്റ്റീവില് എന്താണ് സന്തോഷത്തെ ഡിഫൈൻ ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടോ? സന്തോഷം എന്ന് പറഞ്ഞാല് നമ്മള്
ജീവിതത്തിൽ നിന്നും പഠിച്ച് മനസ്സിലാക്കിയ ഒരാൾക്ക് എങ്ങനെയാണ് ഒരാൾക്ക് സന്തോഷം ഉണ്ടാകുന്നത്, നമ്മളുടെ പ്രസൻസിൽ വരുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് സന്തോഷം ഉണ്ടാകുന്നത്. നമുക്ക് ഇപ്പോൾ നമ്മളൊരു ചായ കുടിക്കാൻ 10 രൂപ കൊടുക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യം കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നു, അങ്ങനെയൊക്കെ അപ്പോൾ അവർക്ക് സന്തോഷം ഉണ്ടാവും. അപ്പോൾ നമുക്ക് കുറച്ച് നഷ്ടങ്ങളുണ്ടെങ്കിൽ പോലും നമുക്ക് ഒരു സന്തോഷം ഉണ്ടാവും. കാരണം നമുക്ക് ഉണ്ടെങ്കിലല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് ചായ മേടിച്ച് നിങ്ങൾക്ക് കാരണം തന്നെ ചായ കുടിക്കാൻ കാശില്ലെങ്കിൽ കൊടുക്കാനും പറ്റില്ല. അപ്പോൾ സന്തോഷം എനിക്കില്ല, നിങ്ങൾക്കില്ല. അപ്പോൾ ഫിനാൻസ് വലിയ ഘടകമാണ് സന്തോഷത്തിന്, അല്ലേ? സന്തോഷം ഇപ്പോൾ നിങ്ങൾക്ക് ചായ മേടിച്ച് തരുമ്പോൾ സന്തോഷം വരണമെന്നുണ്ടെങ്കിൽ എനിക്കും പൈസ ഉണ്ടാവണം. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ട്, അങ്ങനെ ഒരു കാര്യമൊക്കെ ഉണ്ട്. പിന്നെ നമ്മളുടെ ജീവിതത്തിൽ അറിവുകൾ, പഠനം, അത് ഇത് അങ്ങനെ കുറേ വായന, അത് ഇതൊക്കെ കിട്ടുന്ന അറിവുകളൊക്കെ വെച്ചിട്ട് നമ്മൾ ഇമ്പ്രൂവ് ആവും, ഇല്ലേ? ലൈഫിൽ ഇമ്പ്രൂവ് ആവും. പിന്നെ അല്ലാതെ നമ്മൾ അറിയില്ലാതെ ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ ഭയങ്കര ഇതായിരിക്കും, അവസ്ഥയായിരിക്കും, അല്ലേ? പിന്നെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കുറേ പേര് ഇവിടെ സ്കോപ്പ് ഇല്ല എന്നൊക്കെ പറഞ്ഞ് വിദ്യാഭ്യാസത്തിന് വേണ്ടി പുറത്തോട്ടൊക്കെ പോകുന്നില്ലേ, ജോലി സാധ്യതകളുടെ പ്രശ്നം കാരണം? അപ്പൊ രാഷ്ട്രീയത്തിലേക്ക് കടക്കേണ്ടി വരും. അല്ല, രാഷ്ട്രീയം പറയണ്ട, അല്ലാണ്ട് അവരോട് ചേട്ടൻ എന്താ പറയാനുള്ളത്? അതൊരു മോശമായിട്ട് ചേട്ടന് തോന്നുന്നു? എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. അവസരങ്ങൾ തേടി പോകുന്നത് ഹൈക്കോടതിന്റെ അവിടെ കപ്പലണ്ടി വറുത്ത് വയ്ക്കുന്ന ആൾക്ക് 3 വലിയ വീട് ഫ്ലാറ്റ് എന്തൊക്കെ ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ആൾക്കാർ പറയുന്നത് ശരിയാണെന്ന് അറിയില്ല. അപ്പോൾ അയാളും കപ്പലണ്ടി വിറ്റ്, അയാൾ തമിഴ്നാട്ടിൽ നിന്ന് വിൽക്കണേ, അയാൾക്ക് 3 ബ്രാഞ്ചസ് ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അതൊക്കെ ശരിയാണെന്ന് എനിക്കറിയില്ല, എന്നാലും ശരിയാവാൻ ചാൻസ് ഉണ്ട്. അല്ല, ഗുജറാത്തിലൊക്കെ ചായ വിൽക്കുന്നവർക്ക് ബാങ്കില് ട്രാൻസ്ഫർ കാണിക്കുമ്പോ എത്ര ലക്ഷം. തമിഴ്നാട്ടിൽ നിന്ന് ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിട്ട് ഒരുപാട് കടകളും കാര്യങ്ങളൊക്കെ ഭയങ്കര ഡെവലപ്പായിട്ട് ഭയങ്കര സെറ്റപ്പായിട്ടുണ്ട്. എന്തുകൊണ്ട് കേരളത്തിലെ ആൾക്കാർക്ക് അത് പറ്റുന്നില്ല? അതെ, ഇവിടെ സാധ്യതകൾ ആൾക്കാർ ഉപയോഗിക്കുന്നില്ല, അല്ലേ? ഒരു നല്ല രീതിയിൽ, അല്ലേ? ഇപ്പൊ എന്റെ കുറെ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഒരു കൂട്ടുകാരൻ പണിയില്ല കാര്യമില്ല ആയ പ്രശ്നത്തിലായിരുന്നു. അപ്പൊ എന്റെ കൊച്ചുമ്പോട്ടിൽ ജോലിയുള്ള കൂട്ടുകാരൻ 5000-10,000 സഹായിച്ചിട്ട് അയാളൊരു ഉണ്ണിയപ്പ കട തുടങ്ങി. പക്ഷെ ഇന്ന് അയാൾക്ക് 3 വീട്, കാറ്, അത് ഇതൊക്കെ ഉണ്ട്. അപ്പൊ അത് എന്ന് വെച്ചാൽ നമ്മൾ പരിശ്രമമാണ് പ്രശ്നം. പരിശ്രമം ഉണ്ടെങ്കിലല്ല. ഇയാളെ കണ്ടുപരിചയം അവസരങ്ങളുണ്ട്. ഇവ ഇവിടെ വർക്ക് ചെയ്യാം, പക്ഷെ ഇവൻ കുറച്ച് ചേട്ടൻ റീല് കാണലുണ്ടോ? ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടോ? അത്രക്കൊന്നും വളർന്നിട്ടില്ല. ഇല്ല, അല്ല, ഞാൻ എന്താ ചോദിക്കാൻ കാരണം എന്താ അറിയോ, ഇവ റീല് ചെയ്യാറുണ്ട്. അപ്പൊ ചിലപ്പോ ഇനി അങ്ങനെ കണ്ടതാണെങ്കിലും എന്ന് വിചാരിച്ചു പറഞ്ഞു. നല്ലോണം തോന്നുന്നുണ്ട്. വാട്സാപ്പും മറ്റേ ഇൻസ്റ്റാഗ്രാമിലേക്ക് നമ്മൾ കൂടുതൽ ഇതിലേക്ക് സമയം തലവേദനയാണല്ലോ. ജീവിത തിരക്കുകൾക്ക് ഇടയിലല്ലേ അത്രക്കും ടെക്നോളജിയിൽ നമ്മൾ വളർന്നിട്ടില്ലല്ലോ. ഞങ്ങൾക്ക് പണ്ട് പ്രേമസിന്റെ ജയന്റെ കാലത്ത് ജനിച്ച ആൾക്കാരല്ല, അന്ന് മൊബൈലൊന്നും ഇല്ലല്ലോ. ഇപ്പോഴത്തെ പിള്ളേർക്ക് കറക്റ്റ് പറയാൻ പറ്റും, യൂസ് ചെയ്യാൻ വേണ്ടി. നമ്മ ഈ വിജയദശമിക്ക് പോയി മൊബൈലിന്റെ കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടി ദക്ഷിണേശ്വരി വരുന്നുണ്ട്. അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് കുറെ കാര്യങ്ങളൊക്കെ ഈ മൊബൈൽ, എൻ്റെ മൊബൈൽ 23,000 മൊബൈലാണ്. പക്ഷെ ഇതിനകത്ത് എന്തോരം കാര്യങ്ങളാണ്. ഇതിനെ കുറിച്ചൊന്നും ഞാൻ അവയർ അല്ല, എനിക്ക് ശരിക്കല്ല, അല്ലേ? ഒരുപാട് കാര്യങ്ങളുണ്ട്. ഗുഡ് മോർണിംഗ് ആക്കാണ്ട് എഴുതാൻ അറിയാം, കളറാക്കാൻ അറിയാം, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ അറിയാം. അല്ലാണ്ട് അതിനൊക്കെ അപ്പുറത്തേക്കൊന്നും അറിയില്ല. ഇങ്ങനത്തെ ഒരുപാട് സംഭവങ്ങളുണ്ട്. പക്ഷെ അത് കമ്പനി ഒരുപാട് സാധനങ്ങൾ ഇതിനകത്ത് കുത്തിക്കയറ്റി വെച്ചിട്ടുണ്ട്. പക്ഷെ നമുക്കറിയില്ല, എല്ലാം ഉപയോഗിക്കും, നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നില്ല. അങ്ങനെയാണ്. പക്ഷെ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. കീബോർഡ് ഫോൺ ഉപയോഗിക്കുന്ന പോലെ തന്നെയാണ് നമ്മൾ ഇത് ഉപയോഗിച്ചോണ്ടിരിക്കുന്നത്, എനിക്ക് വേണം പറയാം. പിന്നെ അയാൾ കൂടി ചെയ്യുന്നത് കുറച്ച് പാട്ട് പഠിക്കാനായിട്ട്, അതായത് പാട്ട് ചെയ്യാനായിട്ടൊക്കെ നോക്കും. ചേട്ടൻ പാട്ട് അങ്ങനെ എന്തോ വാച്ച് ചെയ്യായിരുന്നില്ലേ? ഞാൻ ഇന്ററപ്റ്റ് ആയൊന്നുമില്ലല്ലോ. ഇല്ല, എന്റെ പാട്ട് യൂട്യൂബിൽ കിടപ്പുണ്ട്. ചേട്ടൻ ഗായകൻ? ഞാൻ ചെറുതായിട്ട് വെറുതെ സ്കൂളിൽ പഠിക്കുമ്പോൾ പാടുമായിരുന്നു. പിന്നെ ജീവിതം കൊഞ്ഞാട്ടായപ്പോ നിർത്തി. ഇപ്പൊ വീണ്ടും ഫ്രീ ആയതുകൊണ്ട് ജസ്റ്റ് പാടാൻ. ഈ ഫിനാൻഷ്യൽ പ്രോബ്ലം എന്നൊക്കെ പറയുമ്പോൾ ഇത്ര സ്റ്റാൻഡേർഡ് വാക്ക് ഉപയോഗിക്കണമായിരുന്നല്ലേ? ഇല്ല, അതൊന്നും കുഴപ്പമില്ല. അത് വേണേ അതൊക്കെ ചെയ്യാം. റിയൽ മൊമെന്റ്സ് ഫ്രം റിയൽ പീപ്പിൾ, സ്റ്റാൻഡേർഡ്. ഇത് നമ്മളെ റിയൽ ആയിട്ട് എന്ത് വരും. അപ്പൊ ഞാൻ എന്തൊരു മണ്ടത്തിനും പറഞ്ഞു എന്നറിയോ ഈ 2 വീഡിയോയില്. ശരിക്കും പറഞ്ഞാല് കോഞ്ഞാട്ടെന്ന് പറഞ്ഞാൽ അത് യഥാർത്ഥത്തിൽ കറക്റ്റ് ആണ്. അത് ഭയങ്കര സഫർ ചെയ്ത് സ്ട്രഗിൾ ചെയ്തൊക്കെ ജീവിച്ച സമയത്തൊക്കെ പാട്ട് പാടുമ്പോ കയറി ഓടി പോകും, ഇല്ലേ? പാടാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയൊക്കെ പിന്നെ കഴിഞ്ഞ് ഇപ്പൊ ഇത്തിരി ഫ്രീ ആയതുകൊണ്ട് അങ്ങനെ ഒന്ന് പാടിയതാണ് ഞാൻ. ചേട്ടൻ എന്നാ ഒരു ഏതെങ്കിലും ഒരു പ്രിയപ്പെട്ട പാട്ട് ചേട്ടൻ ഇഷ്ടപ്പെട്ട 2 വരി? എന്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ ഇപ്പൊ ഒരു പാട്ട് അരൂർ പള്ളിയില്ലേ, അതിൻ്റെ അകത്തൊരു പാട്ട് ചാനൽ ഇട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ പിന്നെ ഞങ്ങൾ പഠിച്ചുകൊണ്ടൊക്കെ ഇരിക്കണം. അല്ല, പഴയ സിനിമയിലെ ഏതെങ്കിലും പാട്ട്, ഇപ്പൊ ഏതെങ്കിലും ഒരു മലയാള സിനിമയിലെ പഴയ സിനിമയിലെ? എനിക്കൊക്കെ കുറെ പാട്ട്, ഞാൻ പാട്ട് പാടുന്നില്ല. നമ്മള് പിന്നെ
ചെറുതായിട്ട് വേണമെങ്കിൽ പാടും, ആ ഒരു മൈൻഡ്. അപ്പൊ? ചേട്ടന് പാടാൻ അറിയാം. അപ്പൊ ചേട്ടൻ രണ്ടുപേരും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി 100-300 സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആവാൻ പോകട്ടെ. 200 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞു. അതെ. ആ ചേട്ടന്റെ പേരെന്തായിരുന്നു? സത്യൻ എന്നാണ് സത്യൻ. യൂട്യൂബിൽ സത്യൻ എന്നാണ്, സത്യൻ അരൂര്. എറണാകുളം സ്വദേശിയല്ലേ? എറണാകുളം അരൂരാണ്. അരൂർ, ആലപ്പുഴ. ആലപ്പുഴയാണ്. ചേട്ടനും ഒരു യൂട്യൂബില് സോങ് ഒക്കെ ഉള്ള ആളാട്ടോ. കേൾക്കുമല്ലോ അല്ലേ? ആ കേൾക്കും. മലരേ മാതള മലരേ മദനൻ മധുപൻ മുരളീലോലം മധുരം നുകരായി നിന്നെ ആരോട് ചേർക്കാൻ വരവായി മലരേ മാതള മലരേ. ചേട്ടാ അടിപൊളിയായിട്ടുണ്ട്. പക്ഷെ ഞാൻ ഈ പാട്ട് ആദ്യമായിട്ട് കേൾക്കുന്നത് സത്യമായിട്ട്. ഞാൻ ചെറുപ്പമായതുകൊണ്ടായിരിക്കും. പക്ഷെ ചേട്ടനാ കലാവാസന ഉള്ള കാര്യം നമുക്ക് മനസ്സിലായി. ഞാൻ സ്കൂളില് പ്രദീപ് എടുത്തില്ലേ, അയാൾക്ക് ഫസ്റ്റ് എനിക്ക് സെക്കൻഡ് ആയിരുന്നു. ഞാൻ കസിനാണേ, അപ്പൊ അയാൾക്ക് ഫസ്റ്റ് എനിക്ക് സെക്കൻഡ് ആയിരുന്നു. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ കുത്തകയൊക്കെ വെച്ചിരുന്നു. എസ് ടി പി സ്കൂളിലെ പലർത്തി. അപ്പൊ ഇപ്പൊ ഈ മനുഷ്യന്റെ മനസ്സിന്റെ കാര്യങ്ങളെ കുറിച്ച് നമ്മളൊന്നും പറഞ്ഞ ഒറ്റ സെന്റൻസ് പറഞ്ഞിട്ടുള്ളൂ. അതായത് നമ്മളിങ്ങനെ അല്ലേ ചേട്ടൻ ഉള്ളിന്ന് വന്ന ആ സാധനം ഇപ്പൊ എന്തോ വന്നില്ലേ, എന്തോ പറയണം തോന്നി നമ്മുടെ പ്രേക്ഷകരോട്. അതും കൂടെയും പറയാം. അതെന്ന് വെച്ചാല് നമ്മള് എല്ലാ മതങ്ങളിലും നന്മ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനം ഉണ്ടല്ലോ. അതെ. മുസ്ലിം മതത്തിലൊക്കെ ഞാൻ ഇപ്പോൾ ഖുറാനൊക്കെ എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. ക്രിസ്ത്യൻ മതത്തിലൊക്കെ യേശു ക്രിസ്തു എന്നൊക്കെ പറഞ്ഞാൽ, ശ്രീബുദ്ധൻ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, നന്മയുടെ ഭയങ്കര മൂർത്തി ഭാവങ്ങളാണ് ഇല്ലേ. പക്ഷെ ഇന്നത്തെ കാലത്ത് പിന്നെ ശ്രീബുദ്ധനോട് ആണെങ്കിൽ മുണ്ടും മടക്കി കുത്തി എല്ലാത്തിനും ഇരിക്കും. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇവിടെ അല്ലേ. അപ്പൊ അതുകൊണ്ടിട്ട് ഞാൻ പറഞ്ഞു വരുന്നത്, എല്ലാ മതങ്ങളിലും നന്മയുണ്ട്. ആ നന്മ വെച്ചിട്ട് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ സമാധാനം സന്തോഷമൊക്കെ കിട്ടും അല്ലേ. എല്ലാ മതങ്ങളും പണ്ടേ പറഞ്ഞു വെച്ചിട്ട് ഞാൻ പ്രത്യേകിച്ച് പറയുന്നുണ്ട്, നമ്മള് നന്നാവുക എന്നുള്ള ഏറ്റവും വലിയ. ഇവിടെ ഭയങ്കര അധമ വികാരങ്ങൾ ഇങ്ങനെ മനുഷ്യനെ അതാകിച്ച് ഈ തട്ടുകടയൊക്കെ അടിച്ച് ചിക്കനും മട്ടനും പോത്തും പണ്ടൊക്കെ വലിച്ചു കയറ്റി ആകെ എന്താ പറയുക. ഇതിലെനിക്ക് ഇത് ആകെ 10-12 മണി വരെ ഉറക്കം നിൽക്കുക. അതുകൊണ്ട് അത് ഇതൊക്കെ നമുക്ക് ചിട്ടായ ജീവിതക്രമങ്ങളൊന്നുമില്ല. പിന്നെ നമ്മുടെ ഇന്ത്യയിലെ സ്വാതന്ത്ര്യം എന്ന സാധനം ഉണ്ടല്ലോ. എന്താണ് സ്വാതന്ത്ര്യം? അറുമാതിച്ച് നശിപ്പിച്ച് അങ്ങോട്ട് റോങ് സൈഡ് കയറ്റി ഫുട്പാത്തിൽ കൂടി ബൈക്ക് ഓടിച്ച് പിന്നെ അങ്ങനെയൊക്കെ തോന്നിയ മാസം കാണിക്കലാണോ ഈ സ്വാതന്ത്ര്യം? അച്ചടക്കത്തോടെ ജീവിക്കുക. സമൂഹത്തിനൊരു ഇതുണ്ട്, ട്രാക്ക് ഉണ്ട്. ആ ട്രാക്കിൽ മര്യാദ വൃത്തിയായിട്ട് ജീവിച്ച് പോകുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഇവിടെ ഇന്ത്യ സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാണിക്കുന്ന തെമ്മാടിത്തരങ്ങളാണ് ഇവിടെ. ശരിയല്ലേ? നമ്മള് കാരണം വേറൊരാൾക്ക് എന്താണ് ഇവിടെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ സാധനം ദുരുപയോഗം ചെയ്യുന്ന ആൾക്കാർ വ്യക്തിപരമായിട്ടൊക്കെ അല്ലേ. ശരിയാണ്, യോജിക്കുന്നു. ഞാൻ അതിനോട് യോജിക്കുന്നു. അയ്യോ ഇവിടെ പറയാനാണെങ്കിലേ പറയാനാണെങ്കിൽ കുറെ ഉണ്ട്. ചേട്ടന്റെ വിലയേറിയ സംഭവം